ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നവർ നരകം പണിയുകയാണെന്നും അവർക്ക് നരകമായിരിക്കുമെന്ന വലിയ സൂചന നൽകി യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ബംഗ്ലാദേശിന് വൻ മുന്നറിയിപ്പ്. യോഗിയുടെ മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ പോലെ. യോഗിയുടെ വാക്കുകളിലുണ്ട് ഒരു നെതന്യാഹു സ്റ്റൈൽ. ബംഗ്ലാദേശിലേക്ക് പട നയിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഭാരതത്തിലെ ഹിന്ദുക്കൾക്കായി, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി ശബ്ദമുയർത്താൻ ഒരു നേതാവ് ഉയർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കർക്കശ നിലപാടുകളിൽ ഇസ്രായേൽ സേനയെ കൊണ്ട് പട നയിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാൻ സാധിക്കുന്നു എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ ഉയരുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ ഭാരതത്തിലും ഭാരതത്തിനു പുറത്തുമുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി പട നയിക്കുന്ന പടനായകനാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ബ്രേക്കിംഗ് ന്യൂസിലേക്ക്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. രൂക്ഷമായിട്ടുള്ള ആക്രമണം ബംഗ്ലാദേശിൽ ഉണ്ടാകുമെന്നും ബംഗ്ലാദേശിലെ വിഷയങ്ങളിൽ ഇടപെടുമെന്നും യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഒരു ശക്തമായിട്ടുള്ള പ്രസ്താവനയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. സനാതന ധർമ്മത്തിൻ്റെ പേരിൽ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ആളുകളെ വേട്ടയാടുവാനാണ് നീക്കമെങ്കിൽ ഭൂമിയിൽ അവർക്ക് നരകം എന്നാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ അവിടെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുവാനുള്ള ആർജവം ഭാരതത്തിനുണ്ട് എന്ന് ഇപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു. സനാതന ധർമ്മത്തിൻ്റെ ആരാധനാലയങ്ങളെ അശുദ്ധമാക്കുവാൻ ശ്രമിക്കുന്നവർ ഭൂമിയിൽ നരകം പണിയുന്നതിന് തുല്യമായിട്ടുള്ള പ്രവർത്തികളാണ് നടക്കുന്നത്. ബംഗ്ലാദേശിലെ നടപടികളിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളിൽ ഗൂഢാലോചനയുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറയുകയാണ്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ പീതാദ്വീശർ ധനാചാര്യ മഹാരാജിന്റെ പരിപാടിയിൽ സംസാരിച്ച് പ്രസംഗം നടത്തുകയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഈ സന്ദർഭവേളയിലാണ് അദ്ദേഹം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിനെതിരെ തീവ്ര സംഘടനകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു വിവാദം ഉണ്ടാക്കുന്ന പ്രസംഗം അല്ല നടത്തിയിരിക്കുന്നത്, മറിച്ച് ഹിന്ദു വിഭാഗത്തിന്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗങ്ങൾക്ക് എതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇനി തുടർന്നാൽ നോക്കി നിൽക്കില്ല എന്നും രണ്ട് കൈയും കെട്ടി നിൽക്കുവാൻ ആവില്ല എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംബന്ധിക്കുന്നിടത്തോളം, ലോകത്തിലെ മറ്റ് ഏത് ഭാഗത്തെ ഹിന്ദുക്കളെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ സഹോദരന്മാർ ഇന്ത്യയിലുണ്ട് എന്നും അവർക്ക് പിന്തുണയും സഹായവും എത്തിക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്. നോക്കൂ, ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് നേരത്തെ ഇത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും അടക്കം ഇത് സംഭവിച്ചാണ്. ലോകത്തിലെ ഹിന്ദുക്കൾ ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങൾ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ ജനസംഖ്യ മറ്റൊരു വിഭാഗം കൈയടക്കിയായിരുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശും ഇതിന്റെ ഉദാഹരണമാണ് എന്ന് യോഗി ആദിത്യനാഥ് തന്റെ പ്രസംഗത്തിനിടയിൽ സൂചിപ്പിച്ചു. ബംഗ്ലാദേശിലെ ഹിന്ദു മതങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തെ പരാമർശിച്ച് യോഗി ആദിത്യനാഥ് ഇത് ഭൂമി നരകമാക്കാനുള്ള ഗൂഢാലോചനയാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ യോഗി ആദിത്യനാഥിനെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മ വരുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. സമാനമായിട്ടുള്ള പ്രസ്താവന മുമ്പ് യഹൂദർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അദ്ദേഹവും ഇതേ രീതിയിലുള്ള പ്രസ്താവന ആണ് നടത്തിയത്. ഇസ്രായേലിനെ എതിർക്കുന്നവർ ഭൂമിയിൽ നരകം പണിയുകയാണ് എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേലിനെ എതിർക്കുന്നവരും യഹൂദർക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നവരും ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും അവിടം വരെ എത്തി ആക്രമണം നടത്തി തിരിച്ചടിക്കുവാനുള്ള ശക്തി ഞങ്ങളുടെ കൈകൾക്ക് നീട്ടമുണ്ട് എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണം, യഹൂദർക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്ന സിറിയ, ലെബനോൻ, ഗാസ, പലസ്തീൻ, ഇറാൻ ഇത്തരം രാജ്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ വളരെ ഗണ്യമായിട്ടുള്ള ഒരു വിജയം ഇസ്രായേലിന് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു. തുല്യമായിട്ട് സമാനമായി ഇതേ അർത്ഥത്തിൽ ഇതേ ലക്ഷ്യത്തിൽ ഉള്ള ഒരു പദപ്രയോഗമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ബംഗ്ലാദേശിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കളെ ആക്രമിക്കുന്നവർ ഭൂമിയിൽ നരകം പണിയുകയാണ് എന്നാണ് ആദിത്യനാഥിന്റെ വാക്കുകൾ. വളരെ അർത്ഥവത്താണ്, ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കുകളാണ്.
ഇസ്രായേലിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് യഹൂദർക്കെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേൽ പ്രതികരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ സമാനമായിട്ടുള്ള നെതന്യാഹുവിന്റെ ഒരു പദപ്രയോഗം തന്നെ യോഗി ആദിത്യനാഥ് കടമെടുത്തു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, യോഗി ആദിത്യനാഥ് തന്റെ പ്രസംഗത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പറയുന്ന ഇപ്രകാരമാണ്. നോക്കൂ, അയോധ്യയിൽ അവിടെ ക്ഷേത്രം തകർത്തു, മധുരയിൽ ക്ഷേത്രം തകർത്തു, ശ്രീകൃഷ്ണ ജന്മഭൂമി പോലും അവിടെ മലീമസമാക്കുകയായിരുന്നു. ഹരിഹർ ഭൂമിയായിട്ടുള്ള സമ്പലത്തിലായാലും ഈ നിഷ്ഠൂര പ്രവർത്തികൾ നടത്തി ഭൂമിയെ മുഴുവൻ നരകമാക്കുവാനുള്ള ഒരു വിഭാഗത്തിന്റെ ഗൂഢാലോചനയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എന്ന് ഇപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ക്ഷേത്രങ്ങളെ അശുദ്ധപ്പെടുത്തുന്നത്? മറ്റ് മതവിഭാഗക്കാരുടെ ആചാരങ്ങളും അവരുടെ ജീവിതചര്യകളും എന്തിനാണ് ഇല്ലാതാക്കുകയും തടസ്സപ്പെടുത്തുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്നത്? അത് ഒരു വിഭാഗത്തെ ഇല്ലാതാക്കുവാനുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഗൂഢാലോചനയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാനുള്ള ഏക മാർഗം സനാതന ധർമ്മമാണ് എന്നും മറ്റ് വിഭാഗക്കാരെ അംഗീകരിക്കുവാനും മറ്റ് മതവിഭാഗങ്ങളോട് സ്നേഹ സാഹോദര്യ സൗഹൃദ തുല്യമായിട്ട് പെരുമാറുവാനും സനാതനധർമ്മത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ലോകത്തിന് സമാധാനം സ്ഥാപിക്കുവാൻ ഏകമാർഗം ഇതുതന്നെയാണ് എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. അയോധ്യ ധാമിൽ നടന്ന അഷ്ടോത്തർഷത് 108 ശ്രീമദ് ഭഗവത് പാദ് പഞ്ച് നാരായണ മഹായജ്ഞത്തിലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പങ്കെടുത്തു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പരിസ്ഥിതി ശുചീകരണത്തിനും ഇന്ത്യയുടെ സംരക്ഷണത്തിനും സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിനും ഈ പഞ്ച് നാരായണ മഹായജ്ഞം അടിസ്ഥാനമാകട്ടെ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മാത്രമല്ല, 2019 സുപ്രീം കോടതി വിധിക്ക് ശേഷം 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് അയോധ്യ രാമജന്മഭൂമി ഉദ്ഘാടനം ചെയ്തത്. മാത്രമല്ല, മധുരയിലെ കൃഷ്ണ ജന്മഭൂമി, ഹാഷി മസ്ജിദ്, ഈദ്ഗാ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ എന്നിവയിലേക്ക് സൂചന നൽകുന്ന വിവിധ പരാമർശങ്ങൾ യോഗി ആദിത്യനാഥ് നടത്തുകയുണ്ടായി. യോഗി ആദിത്യനാഥിന്റെ പ്രയോഗം രൂക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ബംഗ്ലാദേശിനെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹീനമായിട്ടുള്ള കൃത്യങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ പാകിസ്ഥാനിൽ അതുപോലെ മറ്റ് പ്രദേശങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഹീനമായിട്ടുള്ള കൃത്യം ഇതെല്ലാം ചൂണ്ടിക്കാട്ടി യോഗി ആദിത്യനാഥ് പറയുന്നത് ഹിന്ദുക്കളെ സനാതന ധർമ്മത്തെ ഉപദ്രവിക്കുന്നവർ ലോകത്ത് നരകം പണിയുന്നവരാണ്, അവർക്ക് നരകം ഉണ്ടാകും എന്നാണ് ഇതിന്റെ ലളിതമായിട്ടുള്ള ഒരു അർത്ഥം. അതായത് ഹിന്ദു മതത്തെയും സനാതന ധർമ്മത്തെയും ഉപദ്രവിക്കുന്നവർക്ക് എതിരെ തിരിച്ചടിയുണ്ടാകും, അവർക്ക് ഞങ്ങൾ നരകം പണിയും എന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു അർത്ഥവും യോഗി ആദിത്യനാഥിന്റെ ഈ വാക്കുകളിൽ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്.